നാട്ടുകാർ പറയാറുണ്ട്, വിധിച്ചിട്ടുള്ളത് തടയാൻ ഒരാൾക്കും കഴിയില്ല എന്ന് പറയും. വിധിച്ചിട്ടുള്ളത് തടയാൻ ഒരാൾക്കും കഴിയില്ല എന്ന് പറയും. ജീവിക്കുന്ന വർഷങ്ങളല്ല, വർഷിക്കുന്ന ജീവിതമാണ് പ്രധാനം. ലോകത്തെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് മഹാനായ ജീസസ് ക്രൈസ്റ്റ് ആണ്. ഒരക്ഷരമില്ലാതെ പറക്കേണ്ടി വന്ന ജീസസ് ക്രൈസ്റ്റിന് തന്റെ ജനനം മുതൽ ധാരാളം പഴികളും ധാരാളം കുറ്റവാക്കുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. തന്റെ അമ്മയായ മറിയം ഒരുപാട് വേദനയോടുകൂടി കരഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വിശുദ്ധയായി ആ മറിയത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരാട്ടിടനായും ആശാരിയായും അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ വെറും 33 വർഷം കൊണ്ട് അദ്ദേഹം 12 ശിഷ്യന്മാരെയാണ് ഡെവലപ്പ് ചെയ്തത്. 12 ശിഷ്യന്മാരെ. അതിലൊരാള് ഇദ്ദേഹത്തിന് ഒറ്റിക്കൊടുക്കുകയും ചെയ്തു, വെള്ളിക്കാശ്. പക്ഷെ ആ 11 പേരിൽ നിന്നും ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യമുള്ള ഒരു വലിയൊരു സംസ്കാരമായി അവർ ലോകം മുഴുവൻ പടർന്നു. അവരെ പടർത്തിയത് അവരുടെ ഉള്ളിലുള്ള കാരുണ്യമായിരുന്നു. ഞാൻ പറയുന്നത് 33 വർഷത്തിൽ താഴെ മാത്രം ജീവിച്ച ജീസസ് ക്രൈസ്റ്റിന് അലക്സാണ്ടർ ദ ഗ്രേറ്റ് അദ്ദേഹം രാജസ്ഥാനിൽ വന്നപ്പോൾ ബഹുമാന പുരസ്കാരം അദ്ദേഹത്തിന്റെ ആനപ്പുറത്തിരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഇതിന്റെ കടിഞ്ഞാൺ എവിടെയെന്നാണ്. ആ സമയത്ത് കുതിരയ്ക്ക് കടിഞ്ഞാണുള്ളൂ, ആനയ്ക്ക് കടിഞ്ഞാണില്ല എന്നുള്ളത്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് രണ്ടാമൊന്നും ആലോചിച്ചില്ല, ആനപ്പുറത്തൊന്ന് ചാടി. എന്നിട്ടാണ് പറഞ്ഞത്, എന്റെ കയ്യിൽ നിയന്ത്രണമില്ലാത്ത ഒന്നിന്റെ പുറത്തും ഞാൻ ഇരിക്കില്ല. എനിക്ക് നിയന്ത്രണമില്ലാത്ത ഒന്നിന്റെ പുറത്തും ഞാൻ ഇരിക്കില്ല. ലോകത്തിന്റെ 1/3 സ്വന്തം കൊടിക്കീഴിലാക്കിയ അലക്സാണ്ടർ ചക്രവർത്തി ജീവിച്ചത് വെറും 35 വർഷത്തിൽ താഴെ മാത്രം. എനിക്കിപ്പോൾ 45 വയസ്സ് കഴിഞ്ഞു. 45 വയസ്സ് ഈ വരുന്ന 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പൂർത്തിയാക്കിയിരിക്കും. ദൈവാനുഗ്രഹത്താൽ മനുഷ്യന്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരേ മനസ്സോടുകൂടി 5 പേർ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പുതുചരിത്രം പിറക്കും എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകൾ ഈ പൊരി വൈലത്തും AC കട്ട് ഓഫ് ആയി പോയിട്ടും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള എനർജി വെച്ചാൽ ലോകത്ത് ഇന്ന് വരെ എഴുതപ്പെട്ട ഏത് ചരിത്രവും തിരുത്തി കുറിച്ചിരിക്കും. അതാണ് ഈ സംഭവിക്കുന്നത്. മൈലൈഫിന്റെ വളർച്ച നെക്സസിന് മുമ്പും ശേഷവും ഇതായിരിക്കും. ആഫ്റ്റർ ക്രൈസ്റ്റ് ഓർ ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പോലെ. ഞാൻ എന്താണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സർവശക്തനായ ദൈവത്തിന്റെ അതേ ചൈതന്യം എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളിടത്തോളം കാലം, പുരാണങ്ങളിൽ പറഞ്ഞതുപോലെ അഹം ബ്രഹ്മാസ്മി, എന്റെ ഉള്ളിലാണ് ബ്രഹ്മം വസിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ഈശ്വരന്റെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും ആ വിചാരം പോലും ദൈവം തന്നത് അത് നേടാനുള്ള മുഴുവൻ കഴിവുകളും നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടു തന്നതിന് ശേഷം മാത്രമാണ്. നമുക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഒരു പ്രയാസങ്ങളും ദൈവം തരില്ല. ബൈബിൾ വചനമാണ് സുഭാഷിതങ്ങൾ. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ധാന്യപ്പുറയിൽ ശേഖരിച്ചു വെക്കുന്നില്ല, എന്നാൽ ഇവയിലൊന്നും പട്ടിണി കിടക്കുന്നില്ല. പെറ്റമ്മ നിന്നെ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല, നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്നെ കുറിച്ച് എനിക്ക് മികച്ച പദ്ധതികളുണ്ട്. അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും എന്നാണ് ബൈബിള് ഉദ്ഘോഷിച്ചത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൈ ലൈഫ് സ്റ്റൈൽ ഒരു ഫാമിലിയാണ്. ഞാൻ ഈ ഒരു വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ വിചാരിച്ചാൽ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. ഈ ബിസിനസ്സിൽ 5 കാര്യങ്ങൾ, 5 P എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് പ്രൊമോട്ടേഴ്സ് ആണ്. എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചു പോയ അദ്ദേഹത്തെ ഞാൻ ഗുരുതുല്യനായിട്ടാണ് കാണുന്നത്. മഹാനായ കബീർ ദാസ് ബീഹാറിൽ ഒരു തുണിയലക്കുകാരന്റെയും തുണി അലക്കുകാരിയുടെയും മകനായി വളരപ്പെടേണ്ടി വന്ന കബീർ ദാസ്, അദ്ദേഹം ലോകത്ത് സംഭാവന ചെയ്തൊരു വലിയ ദോഹയുണ്ട്. ദോഹ എന്ന് പറഞ്ഞാൽ 2 വരി കവിതയാണ്. गुरु गोविंद दो खड़े काके लागू पाए बलिहारी गुरु आपने गोविंद दियो बताए. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, എന്റെ ഗുരുവും ഈശ്വരനും മുമ്പിൽ വന്നു നിന്നാൽ ഞാൻ ആരുടെ ചരണമായിരിക്കും ആദ്യം സ്പർശിക്കുക അല്ലെങ്കിൽ നമസ്കരിക്കുക?
കബീർദാസ് പറഞ്ഞത്, ഞാൻ എന്റെ ഗുരുവിന്റെ ചരണം ആദ്യം സ്പർശിക്കും, കാരണം ആ ഗുരുവില്ലായിരുന്നെങ്കിൽ ഈശ്വരൻ എന്തായിരുന്നെന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നു. ലോകത്തെ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയാക്കിയാലും, ലോകത്തിലെ മുഴുവൻ മരങ്ങളും പേനയാക്കിയാലും, ലോകം മുഴുവൻ പേപ്പറാക്കിയാലും ആ ഈശ്വരന്റെ ചൈതന്യം വർണ്ണിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ അതേ മക്കളാണ്. നമുക്ക് ജനിക്കാൻ മാതാപിതാക്കൾ ആവശ്യമായി വന്നു. ഞാൻ ജനിച്ചത് ഇപ്പോൾ എന്നോടൊപ്പം നടന്നു വന്ന, ഞാൻ കൈപിടിച്ചു കൊണ്ടുവന്ന ആസിയ ബീവി എന്ന് പറയുന്ന ആ വ്യക്തിയുടെയും ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ്. ഞാൻ ജനിച്ചത് അവരുടെ തീരുമാനമായിരുന്നു. എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ഇമോഷണൽ ഡിസിഷൻ. എന്റെ ഫാദർ മരണക്കിടക്കയിലായ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത്, ഇദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് ഈ ബിസിനസ്സിൽ എനിക്ക് ക്രൗൺ ഡയമണ്ട് ആകണം. എനിക്കതിന് സാധിച്ചില്ല. പക്ഷേ നമ്മൾ പറയാറുണ്ടല്ലോ, ശരീരം മാത്രമേ പോകാറുള്ളൂ, ആത്മാവ് ഒരിക്കലും പോകും. ആത്മാവ് പോയില്ല എന്ന് പറഞ്ഞ വിശ്വാസമുണ്ടോ? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പല ആളുകളും ചിലപ്പോൾ വിചാരിക്കും, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, എനിക്ക് വിജയിക്കണമെന്നുണ്ട്, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ അച്ഛനും അമ്മയോടും ആരെങ്കിലും പ്രൈവറ്റായിട്ട് ചോദിക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുക, നിങ്ങളുടെ മക്കളെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണുന്നു. ഞാനിന്ന് ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മയുടെ കൊണ്ടുവന്നു എൻ്റെ ഒരു സ്വപ്നം. ഞാനിന്ന് കേരളത്തിലെ ഒരു ക്രൗഡിനെ മണ്ഡലി, പക്ഷേ എന്റെ യഥാർത്ഥ ശക്തിയുടെ 10% പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചൂടെ കയറിയതല്ല. കൈയടിച്ച നിങ്ങൾ പോകാം. ഈ ലോകത്തെ ഏറ്റവും വലിയ ചലഞ്ച് മനസ്സില്ലാത്ത മനുഷ്യരാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇത്രയും വൈകിയെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ഒന്ന് തിരിച്ചറിഞ്ഞാൽ ലോകത്ത് സംഭവിക്കുന്നത് 10,000-കണക്കിന് കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു. നിങ്ങളുടെ വിജയം നിങ്ങൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്ന തീരുമാനമാണ്. ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വേണം ഈ ഹോളിൽ പോകാൻ. ഈ ലോകത്തിൽ യാത്ര പറയുന്നതിന് മുമ്പ് ഈ ലോകത്തൊരു കാലടയാളെങ്കിലും ബാക്കി വെച്ചിട്ട് വേണം പോകാൻ. 1000 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ലോകം പറയണം. രാഹുൽ ഗാന്ധിയുടെ 5 തലമുറ എല്ലാവരും പറയും. സ്വന്തം അച്ഛൻ്റെ 2 തലമുറ, സ്വന്തം അമ്മയുടെ 4 തലമുറ ഓർക്കില്ല. കാരണം എന്താ? അവരങ്ങനെ ഓർക്കത്തക്കതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കണം. നാളെ നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ, നമ്മൾ വന്നപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിച്ചെങ്കിൽ, നമ്മൾ യാത്ര പറയുമ്പോൾ നമ്മളെ കരഞ്ഞുകൊണ്ട് ലോകം യാത്ര അയക്കണം. നമ്മൾ ചിരിച്ചുകൊണ്ട് പോകണം. ഞാനും ആഗ്രഹിക്കുന്നത് ഞാനിത് നേടുന്നു എന്നുള്ളതല്ല. ഞാൻ അറിഞ്ഞ ഏറ്റവും നല്ല പരിഭാഷ,
നിങ്ങൾ എത്ര വലിയ വീട് വെച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര കാറുകൾ വാങ്ങി എന്നുള്ളതല്ല, നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ മൂലം എത്ര ആളുകൾ വീട് വെച്ചു എന്നുള്ളതാണ്. നിങ്ങൾ വഴി എത്ര ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ദൈവം എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. രാജസ്ഥാനില് ജോധ്പൂരിനടുത്ത് സാച്ചോ അല്ലെങ്കിൽ ഝാലോ മാർവാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ മാർവാട് ദേശത്തിൽ ജനിച്ച് വളർന്നു ജീവിതത്തിൽ വിജയിക്കാനായി ചെന്നൈയിൽ കുടിയേറിയ, ബിസിനസ് ചെയ്യാൻ വേണ്ടി സ്വന്തം നാടും വീടും വേണ്ടപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ച് കുടിയേറി വന്ന ഒരു വലിയ സക്സസ്ഫുൾ ബിസിനസ് കുടുംബത്തിലെ വ്യത്യസ്ത ചിന്താഗതിയുള്ള ഒരു വ്യക്തി. ശിവഖേരാജന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ വിന്നേഴ്സ് നെവർ ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. അങ്ങനെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന സ്വപ്നവുമായി നമ്മുടെ ഗ്രേറ്റ് മെന്റർ അദ്ദേഹം ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ ഇത്രയും വലിയ പുരുഷാരമൊന്നും അദ്ദേഹം മുമ്പിൽ കണ്ടിട്ടുണ്ടാവില്ല. വ്യത്യസ്തരാകണമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ തുടങ്ങിയതെങ്കിൽ ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഒരു വാക്കുണ്ട്, അതൊക്കെ എക്സ്പയർ ചെയ്യും. ഇന്ത്യയിലെ കഴിവുള്ളവരെല്ലാം വിദേശ രാജ്യങ്ങളിൽ കുടിയേറി സ്വന്തം നാടും വീടും വിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതിനായി പോയ ആളുകളൊക്കെ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം അതിവിദൂരമല്ല. നിങ്ങളുടെ അയൽവാസി, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ പരിചയക്കാരൻ ഈ ബിസിനസ്സിലൂടെ ആഴ്ചയിൽ 2,10,000 വാങ്ങി അവനവന്റെ കടങ്ങളൊക്കെ തീർത്ത് അവനവന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ബഹുമാനപ്പെട്ട മോഹനൻ സാർ പറഞ്ഞതുപോലെ ബ്രാൻഡ് ന്യൂ ബ്ലൂ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഒരു ശക്തമായ കൈയടി അദ്ദേഹത്തിന് കൊടുക്കും. നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയ രാജേഷ് യാദവിന് ഒരു നിറഞ്ഞ കൈയടി കൊടുക്കുക. അദ്ദേഹം എന്തും ഓർത്തിരിക്കണം, കേരളം അതിഥികളെ ബഹുമാനിക്കുന്ന സ്ഥലമാണ്, അദ്ദേഹം ഓർത്തിരിക്കണം. ആ കൈയടി ഒന്നും കൊണ്ട് പറ്റില്ല, അടിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടിക്കും. കൈ അടിച്ചിട്ട് ഒരാളുടെയും കൈ ഒതുങ്ങി ഒരു ദിവസം 300 പ്രാവശ്യം ഹൃദയമറിഞ്ഞ് കൈയടിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ ആഹാരം നിയന്ത്രിക്കാനോ സമയത്ത് ആഹാരം കഴിക്കാനോ സമയത്ത് ഉറങ്ങാനോ നമുക്ക് സാധിക്കില്ല. എന്നാൽ ആവേശത്തോടെ 300 പ്രാവശ്യം കൈയടിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചാൽ ആ ഓരോ കൈയടികളും ഓരോ കോടിയായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരും. എന്റെ മെന്ററാണ് പ്രവീൺ ജേക്കബ്. അദ്ദേഹത്തിന്റെ കാലിൽ ജന്മത്തിൽ ഞാൻ വീഴുന്നു. ഈ ജന്മത്തിൽ ഞാൻ വീടില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. മനസ്സുകൊണ്ട് ഒരാളെ അംഗീകരിച്ചാൽ അദ്ദേഹത്തിന്റെ പാദത്തിലല്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് നമുക്ക് സ്ഥാനം വേണ്ടത്. നമ്മളുടെ ഹൃദയത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. തമിഴ്നാട്ടിലെ മക്കൾ വന്നിരുന്ന അവർ ഏതാവത് ചൊല്ലി വെച്ചിരുന്ന இதயத்திலே இருக்க வேணும், இதயத்திலே இருக்க வேணும். எப்படின்னா ஹனுமான் சுவாமிகளோட മനസ്സിലെ ശ്രീരാമനും സീതാദേവിയും எப்படி இருந்திருந்தா அப்படி இருக்க வேணும். ശ്രീരാമൻ ലക്ഷ്മണനോട് ലക്ഷ്മണകാന്ഡത്തിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ കിളിപ്പാട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കമി വഹനി സന്തപ്ത ലോഹസ്താമുബിന്ദുര സന്നിധം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണ വിളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുമ്പോൾ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടും. പാണ്ഡർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി നിയോഗം വരും പോലെ. ഇതിലൊക്കെ എന്താ പറഞ്ഞേ? ഒരു ചുറ്റുപടുത്ത ലോഹത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അത് ബാഷ്പമാകുന്ന സമയമുള്ളൂ നമ്മുടെ ജീവിതം. പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ഇരപിടിക്കാനായി നാക്ക് പുറത്തിടുമ്പോൾ അതിനറിയില്ല താൻ ഇരിക്കുന്നത് പാമ്പിന്റെ വായിലാണ്. ആ പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് ഈ ലോകത്ത് മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങൾ, കാമം, ക്രോധം, മോഹം, ലോഭം, ഈ പഞ്ചമായകൾ ഇത് വെച്ചിട്ട് ഇതിൽ നിന്ന് മുക്തിയാവുക എന്നതാണ് സനാതന ധർമ്മത്തിലെ മുക്തിയുടെ പരിഭാഷ. അതിനുവേണ്ടിയാണ് മെഡിറ്റേഷൻ, അതിനുവേണ്ടിയാണ് യോഗ, അതിനുവേണ്ടിയാണ് നമസ്കാരം, അതിനുവേണ്ടിയാണ് കുർബാന, അതിനുവേണ്ടിയാണ് അമ്പലത്തിലെ ആർച്ച.
ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മുടെ തലച്ചോറിന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഈ ആത്മാവ് വസിക്കുമ്പോൾ ദൈവം ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലെ ഈ ആത്മാവിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് പ്രവർത്തിച്ചാൽ, ഞാൻ പറയുന്നത് പ്രവീൺ ചന്ദ്രൻ സാറിന്റെ വചനമാണ്, ക്രൗൺ അംബാസിഡർ is just a peanut, it's just a chocolate, that's all. Are you excited? Are you excited? Are you excited? ഇതൊക്കെ പൊളിഞ്ഞ് പറക്കണം. Are you excited? ഈ ആവേശം ഫീൽഡിൽ കാണിക്കണം. Today is the beginning of my life. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഹോളിൽ കയറിയത്. ഇന്നെന്റെ തുടക്കമാണ്. Your past is the biggest enemy for your future. ക്രൗൺ ഡയമണ്ട് ആണ് മൊബൈൽ. ഇതാണ് എന്റെ ശത്രു. ഞാൻ ഇന്ന് വെറും സീറോയാണ്. ഈ സീറോയിൽ നിന്ന് തുടങ്ങി ഞാൻ ഹീറോ ആവും. ഷമ്മി പറഞ്ഞതുപോലെ ഷമ്മി ഒരു ഹീറോ ആണ്. ഷമ്മി ഹീറോ ആണ്. ഷമ്മി ഹീറോ ആണെങ്കിൽ ഞാനും നിങ്ങളും ഹീറോയാണ്. നിങ്ങളെപ്പോലെ ഒരാളെ നിങ്ങൾ ഈ ലോകത്ത് കാണിക്കാമോ? ഒരേ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ 3 മക്കളുണ്ടെങ്കിൽ 3 വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. 3 പേരുടെയും ചിന്ത 3 തലത്തിലാണ്. 3 പേരുടെയും വാക്കുകൾ വ്യത്യസ്തമാണ്. 3 പേരുടെയും ബോഡി ലാംഗ്വേജ് വ്യത്യസ്തമാണ്. That means God created you unique. You have to do something very unique. If you are not doing that, you didn't nothing. You couldn't do anything. That means that will affect the equilibrium or the balance of the world. അതിന് സമാധാനം പറയാതെ ഖുർആൻ ശ്രദ്ധപ്പെടുത്തിയത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി അറിയാത്ത ഒരു ആത്മാവ് പോലും ഈ ലോകത്ത് നിന്ന് പോകില്ല എന്നാണ് പറയുന്നത്. ന്യായവിധിയെ അഭിമുഖീകരിക്കാതെ ഒരു ആത്മാവും പോകില്ല എന്നാണ് പറയുന്നത്. അന്യൻ എന്ന സിനിമയിൽ വിക്രം ഗരുഡ പുരാണത്തിലെ കുറെ കാര്യങ്ങൾ ലോകത്ത് കാണിക്കുന്നുണ്ട്. നരകത്തിലെ രംഗങ്ങളെ കുറിച്ചും സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെ കുറിച്ചും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ്, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമിലാണ്. മികപ്പൊരുമയാണ് வாழ்க்கையிலே மிகப்பெருமையான வாய்ப்பை கிடைச்சிருக்கு. அதுதான் மை லைஃப் ஸ்டைல். वो ही है மை लाइफ स्टाइल. और மை लाइफ स्टाइल का स्लोगन इट्स माय लाइफ इट्स माय स्टाइल. എന്റെ ജീവിതം എന്റെ സ്റ്റൈലിൽ ജീവിക്കും. അതിന് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ, അതിന് നിങ്ങളുടെ തീരുമാനം ശക്തമാണെങ്കിൽ ആ തീരുമാനമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങളുടെ വഴികളിൽ റോസാപ്പൂ തടങ്ങൾ വിരിക്കപ്പെടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരിക്കും. ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല. ടെൻഷൻ ഇല്ലാത്ത ദിവസം തീരുമാനിക്കുന്നതാണ് നമ്മുടെ മരണം. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ നോ റെസ്റ്റ് ടിൽ ഐ ആം ദ ബെസ്റ്റ്. നോ റെസ്റ്റ് ടിൽ ഐ ആം ദ ബെസ്റ്റ്. നോ റെസ്റ്റ് ടിൽ ഐ ആം ദ ബെസ്റ്റ്. ഞാൻ പഠിച്ച പുസ്തകങ്ങൾ എന്നെ പഠിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയിൽ നമ്മൾ വിചാരിച്ചാൽ മാസത്തിൽ 50 കോടി രൂപ സമ്പാദിക്കാം, മാസത്തിൽ 100 കോടി രൂപ സമ്പാദിക്കാം. ഞാൻ ഇവിടെ ഇപ്പം സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ തരുന്ന ഈ 50 ലക്ഷം നക്കാപ്പിച്ച കാശോർത്തിട്ടല്ല കൈലാക്കി. ഈ 50 ലക്ഷം നക്കാപ്പിച്ച കാശോർത്തിട്ടല്ല ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. എന്റെ കൂടെയുള്ള 10,000 1 കോടിക്ക് പുറത്ത് വാങ്ങണമെന്നുള്ള സ്വപ്നത്തിലാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. അതെന്റെ ജീവിത നിയോഗമാണ്, അതെന്റെ ജീവിത ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ ഞാൻ മരിച്ചില്ലാതായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്റെ മരണം എന്റെ കയ്യിലല്ല, എന്റെ ജനനം എന്റെ കയ്യിലല്ല എന്നതുപോലെ. പക്ഷെ അതിനോടൊക്കെയുള്ള ജീവിതം, ആ 3 അക്ഷരമുണ്ടല്ലോ, ആ 3 അക്ഷരം യഥാർത്ഥത്തിൽ ഒന്നറിഞ്ഞ് ജീവിച്ചാൽ ഒരു നല്ല മകനാകാം, ഒരു നല്ല സഹോദരനാകാം, ഒരു നല്ല അച്ഛനാകാം, ഒരു നല്ല ഭർത്താവാകാം, ഒരു നല്ല ഭാര്യയാകാം. അങ്ങനെ ആഗ്രഹമുള്ളവർ ഒന്ന് കൈവെപ്പോ. ആ ശബ്ദം പുറത്തേക്ക് വരട്ടെ.
വാങ്ങി കാണിക്കണേ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് അവരവര് കമ്പനിയുടെ പ്രോഡക്റ്റ്? അതിലേക്ക് കിടക്കുന്നതെന്ന് പറയാം, ഞാൻ ഈ കമ്പനിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതെന്റെ മൂത്ത സഹോദരനാണ് മിസ്റ്റർ കൈലാഷ് ഭട്ടൻ, CEO ഓഫ് ദ കമ്പനി. ഒന്ന് ഭാടകജായ ആൾക്ക് എന്നെ അറിയാം, എനിക്ക് ആളെ അറിയാം. അതാണ് എന്റെ വിശ്വാസം. നാളെ അതാണ് എന്റെ വിജയം. ഭഗവാനിലേക്ക് നേരിട്ടെത്താൻ വഴിയൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ കലാസാറിനോട് ഞാൻ ദേഷ്യം വന്നാൽ നന്നായിട്ട് ദേഷ്യപ്പെടും. അങ്ങനെ എന്ത് വിചാരിച്ചാലും രണ്ട് ചുറ്റാണ്. തമിഴ്നാട്ടിൽ പോയിട്ട് പറിച്ചുകളെ അറിയാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം എന്റെ ഹൃദയത്തെ എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് മിസ്റ്റർ കൈലാഷ് ഭട്ടൻ. ഞാൻ പറയുന്നത്, പ്രവീൺ ചന്ദൻ സാർ ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നേടിയേ അടങ്ങൂ എന്ന് ചിന്തയുള്ള വ്യക്തിയാണ്. 24 മണിക്കൂറും അതിനുവേണ്ടി മാത്രം ചിന്തിക്കുന്ന വ്യക്തിയാണ്. തന്റെ കൂടെ നിൽക്കുന്ന സൈന്യത്തെ അതിനുവേണ്ടി നയിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ബോബി സാറും ദിലീപ് സാറും നിങ്ങൾ ഉറങ്ങി കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് നല്ല കൊട്ടുകൊട്ടു. അനുഭവിക്കണേ. കഴിഞ്ഞ ജന്മത്തിൽ വലിച്ചു കുട്ടിയ പാപങ്ങളൊക്കെ അനുഭവിച്ചു തീർക്ക് ഓട്. അവര് കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ, അത് 9 മുതൽ 5 മണി വരെയുള്ള ആത്മാർത്ഥതയല്ല, 24/7 ഉള്ള ആത്മാർത്ഥതയാണ്. Because company infused the thought process in every staff members. അവർ മൈ ലൈഫ് സ്റ്റൈൽ ഫാമിലിയാണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് മൈ ലൈഫ്, ഇറ്റ്സ് മൈ സ്റ്റൈൽ. സമയം